പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഓണമൊക്കെ വരുമല്ലേ, നല്ലൊരു കുഴലപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 6 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി, ഇനി ഒരു 5-6 അല്ലി ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഈ പാത്രത്തിന് ഞാൻ എടുത്തേക്കുന്ന വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒരുപാട് അരയണ്ട, നല്ല ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ തേങ്ങ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നല്ല ചോറ് കട്ടിയുള്ള ഞാനൊരു കുക്കറാണ് എടുക്കുന്നത്. അപ്പോൾ കുക്കറിനകത്ത് നമ്മൾ ഈ അരച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ വെള്ളം അളന്നെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പാത്രത്തിൽ 1.5 കപ്പ് വെള്ളം, ആദ്യം നമ്മളൊരു 1/4 കപ്പ് എടുത്തു. ഇപ്പോൾ വീണ്ടും ഒരു 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു. 1.5 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിൽ, അങ്ങനെ 2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ആ പാത്രത്തിന്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതായി അതേ അളവിന് തന്നെ അളവ് പാത്രത്തിന് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലപോലെ നമുക്ക് ലൂസായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്, മൊത്തം തേങ്ങ അരച്ചതെല്ലാം കൂടെ. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് അടുപ്പ് ഓണാക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വെച്ച് നല്ലപോലെ മാവൊന്ന് കുറുക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൈ ചൂടടിക്കുകയോ അല്ലെങ്കിൽ കൈ മാവ് കുഴയ്ക്കുമ്പോൾ കൈ പൊള്ളുകയൊന്നും ചെയ്യത്തില്ല. മാത്രമല്ല വളരെ എളുപ്പത്തിൽ ഇതാവുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ മാവ് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ നമ്മുടെ മാവ് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മാവ് നല്ലപോലെ ഒന്ന് കുറുങ്ങിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കുക്കർ ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ലപോലെ തണുത്ത് നല്ലപോലെ മാവ് പരുവത്തിനായിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാൻ പോവാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. മാവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 1 സ്പൂണ് കറുത്ത എള്ള് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എള്ളൊന്ന് എല്ലാ ഭാഗത്തുനിന്നും ആയി കിട്ടാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പരുവത്തിനായ മാവ് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എള്ളെല്ലാം എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിലൊക്കെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയാവും. ഈ ഒരു പരുവത്തിന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് ചപ്പാത്തി പലകയിലൊന്നും പരത്താനൊന്നും പോകണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ആ കവർ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കത് ഉരുട്ടിയ മാവ് കവറിനകത്ത് വെച്ച് ഒരു ഭാഗം ഒന്ന് മടക്കിയതിന് ശേഷം ഒരു പാത്രം കൊണ്ടൊന്ന് അമർത്തിയെടുത്താലും നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചൂണ്ടുവിരൽ ഈ മാവിൻ്റെ നടുഭാഗത്തായിട്ട് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്ത് 2 അറ്റവും കൂടെ പിടിച്ചൊന്ന് മടക്കിയെടുത്താൽ നമ്മുടെ കുഴലപ്പം ഇവിടെ റെഡിയാണ്. കാണാമല്ലോ. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എല്ലാം വറുത്തെടുക്കാം. ഒന്നുകൂടെ ഇതുപോലെ കാണിക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ. പരത്തിയൊന്നും സമയം മെനക്കെടേണ്ടതില്ല. ഇനി നമുക്ക് നമ്മുടെ ചൂണ്ടുവിരൽ ഇതിനകത്തോട്ടൊന്ന് നടുഭാഗത്തൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ 2 അറ്റവും പിടിച്ചൊന്ന് മടക്കിയെടുത്താൽ മതി. ഇത്രയും മതിയാവും. അങ്ങനെ നമ്മുടെ കുഴലപ്പം എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ സമയം കൊണ്ട് തന്നെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പറക്കി വെച്ച് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇട്ട ഉടനെ ഒന്ന് ഇളക്കാൻ നിൽക്കരുത്. കുറച്ച് സമയം ആയതിനു ശേഷം ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് നല്ലപോലെ മുരിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കുഴലപ്പം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഓണമൊക്കെ വരുമല്ലോ, എല്ലാവരും ഇത് നേരത്തെ കൂട്ടിയൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചാൽ മക്കളൊക്കെ വരുമ്പോൾ കഴിക്കാനൊക്കെ കൊടുക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക, അത് ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് ഈ ചാനലൊന്ന് സബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ.